ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റംലാൻ 6. കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് ചിക്കൻ പൊട്ടാറ്റോ മിക്സ് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആദ്യം തന്നെ അത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റംലാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത്രയും ദിവസമായിട്ട് നമ്മൾ ചോറ് കഴിച്ചിട്ടില്ല കേട്ടോ, വെറും ചായയുടെ പലഹാരം മാത്രം. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ചോറ് ഉണ്ടാക്കുക എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും എന്നത്തെ ഒരു കറി എന്ന് പറയുന്നത് പരിപ്പ് കറിയാണ്. അച്ഛന് മീൻ കറിനോടൊന്നും താല്പര്യമല്ല. അപ്പോൾ അങ്ങനെ കുറച്ച് പരിപ്പ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പരിപ്പ് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തക്കാളി, സവാള, പച്ചമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുക്കറിൽ അടച്ചിട്ട് 3 വിസിലടിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ക്ലോസ് ചെയ്തു അവിടെ വെച്ചു. പിന്നെ അതേ നമ്മൾ ചോറ് വെക്കാനായിട്ട് അരിയൊക്കെ കഴുകി വെള്ളമൊക്കെ വെച്ചു. ചെറുതായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാം. പിന്നെ രാത്രി ആകുമ്പോഴേക്കും നമുക്കത് എടുത്താൽ മതിയല്ലോ. പിന്നെ നമ്മൾ പുറത്ത് ഇറക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സില്ലേ, അത് ചെറിയൊരു കിളിക്കൂടിൻ്റെ ഷേപ്പൊക്കെ പോലെ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കിളിക്കൂടാക്കാമെന്ന് വിചാരിച്ചു. വലിയ കിളിയുടേതൊന്നല്ല കേട്ടോ, നമ്മുടെ ഇതൊരു കുഞ്ഞു കിളിക്കായിട്ടുള്ള ചെറിയ കൂടാട്ടം ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ അതേ എഗ്ഗിലൊക്കെ ഒന്ന് മിക്സ് ചെയ്തു. പിന്നെ സേമിയ ഞാൻ കൈ വെച്ചിട്ട് ചെറുതാക്കി പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ നന്നായിട്ട് ആ ഒരു കിളിക്കൂട് എല്ലാ സൈഡിലേക്കും ആവുന്ന രീതിക്ക് മിക്സ് ചെയ്തു കേട്ടോ. അപ്പോൾ അതേ ഇനി നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഓരോ കൂടും നമ്മൾ അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം. ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ കുറേ എണ്ണ ഇങ്ങനെ കോരി ഒഴിക്കണം. ഇത് പെട്ടെന്ന് തന്നെ കിട്ടും, കാരണം സേമിയ തിന്നാണ്. വേഗം ചൂട് തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളറ് മാറും കേട്ടോ. അപ്പോൾ വേഗം തന്നെ അത് നമുക്ക് സ്പീഡിൽ നമുക്ക് പൊരിച്ചെടുക്കാം. അധികം പണിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതേ ഇതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞിക്കിളിയുടെ കൂട് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറ് തിളച്ച് തുടങ്ങിയിട്ടാ. ഇനി ഇത് മൂടി വെച്ച് കുറച്ച് നേരം നമ്മളത് റൈസ് കുക്കറിലേക്ക് മാറ്റി വെക്കുക. പിന്നെ അതിൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ട, അത് അവിടെ കിടന്ന് വെന്തോളൂ കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ജ്യൂസ് അടിക്കാനായിട്ട് അന്നത്തേൽ ബാലൻസ് ചിക്കു ഉണ്ടായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് നമ്മളത് കുറച്ച് നേരത്തേക്ക് ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ ആ ഒരു മുട്ട പുഴുങ്ങുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് അത് എന്തിനാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഫ്രീസറിലുണ്ടായിരുന്ന പാല് നല്ല കട്ടയാണ്, അപ്പോൾ അതെടുത്ത് പുറത്ത് വെച്ചു. അപ്പം ഇന്ന് നമുക്ക് മീനോ കാര്യങ്ങളോ ഒന്നും വാങ്ങിക്കാൻ പോകാൻ പറ്റില്ല. അമ്മയ്ക്ക് സ്കൂളില്ല, നല്ല വെയിലാണ്. എനിക്ക് പുറത്തിറങ്ങാൻ ഭയങ്കര മടി. അപ്പം നമ്മുടെ ഉണക്കച്ചെമ്മീൻ വെച്ചിട്ട് റോസ്റ്റ് പോലെ ഉണ്ടാക്കുക വിചാരിച്ചു. കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പിന്നെ അതുപോലെ വറ്റൽമുളക് ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ഉണക്കച്ചെമ്മീൻ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ മുട്ട പുഴുങ്ങി അത് തണുക്കാനായിട്ട് ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചു. പിന്നെ അതേ നമ്മളൊരു പാൻ വെച്ചിട്ട് അത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് ഇനി ആ വെളുത്തുള്ളി പിന്നെ അതുപോലെ ചുവന്നുള്ളി ഈ ഒരു ചതക്കി വെച്ചിട്ടില്ലേ, അത് ചെറുതായിട്ട് നമ്മൾ ഗ്ലാസിൻ്റെ മൂടി വെച്ചിട്ടാട്ടോ, മിക്സിയിലൊന്നും ഇടണ്ട. ഒരു ഇത്തിരി വലിയ സൈസിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഗ്ലാസിൻ്റെ മൂടി വെച്ചിട്ട് ഇങ്ങനെ ചതക്കിയിട്ടുള്ളതാട്ടോ ഞാൻ. അപ്പം അതും കറിവേപ്പിലും ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശമൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ചെമ്മീനിൽ അത്യാവശ്യത്തിനുള്ള ഉപ്പുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളത് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ കഴുകി വെച്ചിട്ടുള്ള ആ ഒരു ചെമ്മീനില്ലേ, അതും കൂടെ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിലുള്ള ആ ഒരു വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് അത്യാവശ്യം ഒരു ഡ്രൈ ആവുന്ന രീതിക്ക് കുറച്ച് നേരം നമ്മളത് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കാശ്മീരി ചില്ലിയാണ്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി, ഒരു കളറിനായിട്ട് മാത്രം കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ കാശ്മീരി ചില്ലിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ പോയതിന് ശേഷം നമ്മൾ ആ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വറ്റൽമുളകില്ലേ, അതും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇട്ട് കൊടുത്ത വറ്റൽമുളകിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഒരു ഇത്തിരി എരിവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു 4 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ല എരിവുള്ള മുളകായിരുന്നു. അത് പിന്നീടാണ് മനസ്സിലായത് നോമ്പ് തുറന്നതിന് ശേഷം. അപ്പോൾ അതൊക്കെ നന്നായി മിക്സ് ചെയ്തു. അത് വെന്തതിന് ശേഷം അപ്പുറം മാറ്റി വെച്ചു. പിന്നെ ഞാൻ നേരത്തെ പുഴുങ്ങിയ കോഴിമുട്ടല്ലേ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ, നമ്മുടെ ആ ഒരു കിളിക്കൂടിലേക്ക് കുഞ്ഞു കിളീനെ വെക്കണം. സാധാരണ അത് കാടമുട്ട വെച്ചിട്ടാണ് അലങ്കരിക്കാറ്. നല്ല വെയിലാണ്, എനിക്ക് പോകാൻ ഭയങ്കര മടിയാണ് പുറത്ത്. അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു കോഴിമുട്ട പുഴുങ്ങിയിട്ട് നമ്മുടെ കേക്കിന് ഡെക്കറേറ്റ് ചെയ്യുന്ന നോസിലിൻ്റെ ബാക്ക് വെച്ചിട്ട് ഞാനിതിങ്ങനെ ഓരോ റൗണ്ടിൽ ഞാനത് കട്ട് ചെയ്തെടുത്തു കേട്ടോ. അങ്ങനെ കട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഇതിൻ്റെ മേലെ വെച്ചിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പോയി സാധനം വാങ്ങിച്ചു കൊടുന്ന് 5 കാടമുട്ട പുഴുങ്ങി അങ്ങനെ വെക്കേണ്ടി വന്നിരുന്നു. എൻ്റെ ആ ഒരു മടിയും പിന്നെ എനിക്ക് ചെറിയൊരു ബുദ്ധി വന്ന കാരണം കൊണ്ട് നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള 5 കിളീനെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടാണ്.
അതിനുശേഷം അതിന് വാല് പോലെ ആയിക്കോട്ടെ ഒരിത്തിരി ഗാർണിഷിങ്ങും കൂടെ ആയിട്ടുള്ള രീതിക്ക് നമ്മുടെ പുതിനയില ഞാനിങ്ങനെ അതിൻ്റെ ബാക്കിൽ ചെറുതായിട്ടൊന്നിങ്ങനെ കുത്തി വെച്ച് കൊടുത്തു കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു, ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ കിളിക്കൂട്. ഇപ്പോഴാണ് കറക്റ്റ് ആ ഒരു കിളി ഇരിക്കുന്ന ആ ഒരു ഫീൽ എനിക്ക് തോന്നിയത്. അങ്ങനെ അത് അപ്പുറത്തേക്ക് നമ്മൾ മാറ്റി വെച്ചു. പിന്നെ അടുത്ത പണി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പരിപ്പ് അയറൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അത് തൂമിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിനുള്ള കടുക്, പിന്നെ അതുപോലെ 2 അല്ലി വെളുത്തുള്ളി, ഒരിത്തിരി കറിവേപ്പില, ഒരു വറ്റൽമുളക് ഇട്ടാ. അപ്പം ഇതും കൂടെ മിക്സ് ചെയ്തിട്ടാട്ടോ നമ്മൾ തൂമിച്ചെടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപ്പ് കറി ആട്ടോ, നല്ല ടേസ്റ്റും ആട്ടോ കഴിക്കാൻ. അപ്പം അങ്ങനെ അത് തൂമിച്ചൊഴിച്ചു. അപ്പോൾ നമ്മുടെ പരിപ്പ് കറിയുടെ പണിയും കഴിഞ്ഞു, അതപ്പുറം മൂടി വെച്ചുട്ടാ. അപ്പോൾ അങ്ങനെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കു ഷെയ്ക്ക് അടിക്കാനായിട്ട് നമ്മുടെ ചിക്കു ഇട്ടു. പിന്നെ അതുപോലെ പാല്, പഞ്ചസാര, ബൂസ്റ്റ്. പാലൊരു ഇത്തിരി മെൽറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് കൂടുതൽ കുറച്ച് നേരം നമ്മൾ പുറത്ത് വെച്ചു. അപ്പം അങ്ങനെ അത് അടിച്ചിട്ട് കുറച്ച് നേരം കൂടെ ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ചോറിലേക്ക് സൈഡായിട്ടുള്ള പൊട്ടാറ്റോ ഫ്രൈ ചെയ്യാനായിട്ട് പിന്നെ അത് നമ്മൾ എടുത്തു കേട്ടോ. പൊട്ടാറ്റോ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ അതുപോലെ ഒരു ഇത്തിരി ചിക്കൻ മസാല, കറിവേപ്പില, ഇതൊക്കെ കൂടെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വയ്ക്കണം. ഇവിടെ എന്നത്തെയും ദിവസം സ്കൂളിലേക്ക് കൊണ്ടുവന്നതിൽ മെയിനായിട്ടുള്ള സംഭവമാട്ട ഈ ഒരു പൊട്ടാറ്റോ ഫ്രൈ. അപ്പം അങ്ങനെ അതും കൂടെ ആക്കിയിട്ട് അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടാ. പിന്നെ ഇന്ന് നോമ്പെറുക്കാനായിട്ട് ഉമ്മയുണ്ടായിരുന്നു, സനു ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ആ ഒരു കിളിക്കൂടും കൊണ്ട് തികയില്ല. അപ്പം പെട്ടെന്ന് തന്നെ 6 മണിയൊക്കെ ആവാനായിട്ടുണ്ടാവും, 6 മണി കഴിഞ്ഞു തോന്നുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു സവാള എടുത്ത് ഒരു ഇത്തിരി കടലമാവും കൂടെ എടുത്തിട്ട് പക്കവട പോലെ ആക്കിയിട്ടാണ്. കടലമാവ് കുറച്ചിട്ട് ഉള്ളി അത്യാവശ്യം നന്നായി പൊന്തി നിൽക്കുന്ന രീതിക്ക് നല്ല ടേസ്റ്റുള്ള പക്കവടയായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അതും കൂടെ ഉണ്ടാക്കി. പിന്നെ നോമ്പ് തുറക്കാനുള്ള സമയമായപ്പോഴത്തേക്കും നമ്മുടെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് എല്ലാം സെറ്റാക്കിയിട്ട് ഇനി നമുക്കിതെല്ലാം എടുത്തിട്ട് ടേബിളിൽ കൊണ്ടുവെക്കണം കേട്ടോ. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഇന്ന് കുറച്ച് സർബത്ത് കലക്കിയിട്ടുണ്ടായിരുന്നു, കുറച്ച് അധികം കേട്ടോ എല്ലാവരും ഉള്ള കാരണം കൊണ്ട്. പിന്നെ ബാങ്ക് കൊടുക്കാനൊക്കെ സമയമായപ്പോഴത്തേക്കും മക്കളൊക്കെ കൊണ്ടുപോയി ടേബിൾ സെറ്റാക്കി വെച്ചു. അമ്മയ്ക്കിന്ന് ഭയങ്കര സന്തോഷമായിരുന്നു നീനുള്ളത് കാരണം കേട്ടോ. നീനു തന്നെയാണെന്നുണ്ടെങ്കിൽ ആ പനി കാരണം കൊണ്ട് ഭയങ്കര വാശി, ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ, ഭയങ്കര ഛർദ്ദിച്ചു. പിന്നെ ഇവർ നോമ്പ് തുറന്ന പാടന്നെ മോളെ കൊണ്ട് പിന്നെ ഇവർ ഹോസ്പിറ്റലിലേക്ക് കേട്ടോ പോയത്. ഫുഡ് കഴിക്കാനൊന്നും നിന്നില്ല കേട്ടോ. അങ്ങനെ ഒരു ആപ്പിളൊക്കെ കൊടുത്തിട്ട് ആളെ കുറച്ച് നേരം ഒതുക്കിയതായിരുന്നു. പിന്നെ അച്ചുമോന് തറാവിയൊക്കെ നിസ്കരിച്ച് വന്നതിന് ശേഷം 10:15 ആയിട്ടുണ്ടാവട്ടെ ഇന്ന് ഫുഡ് കഴിക്കുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടേബിളിലുള്ള സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കുറേ ദിവസത്തിന് ശേഷമാണ് നമ്മൾ ചോറ് കഴിക്കുന്നത്. ആ ഒരു രാത്രിക്കത്തെ ചായ കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ ഒരു പരിപാടി ഇല്ലല്ലോ. അപ്പം ഇത്രയും കറികളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് ചോറ് കഴിക്കാൻ. അപ്പം അങ്ങനെ നമ്മൾ ആ ഒരു ചൂട് ചോറിലേക്ക് കുറച്ച് പൊട്ടറ്റോ ഫ്രൈ ചെയ്തത്, പിന്നെ അതുപോലെ നമ്മുടെ ആ ഒരു ചെമ്മീൻ, പരിപ്പ് കറി, എല്ലാം കൂടെ പപ്പടം, അച്ചാറ്, കോഴിമുട്ട, ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് ഒരു പിടി പിടിച്ചു. ഒരു മോര് കറിയുടെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. സമയമല്ല, പിന്നെ എനിക്ക് കുറേ നേരമായിട്ട് തീരെ വയ്യായിരുന്നു. കാലിൽ ബാൻഡേജ് ഇടാത്തതുകൊണ്ട് കുറേ നേരം നിൽക്കുമ്പോൾ ഭയങ്കര വേദനയാട്ടാ. അപ്പം ഇതെന്നെ പഠിച്ചവനോട് അൽഹംദുലില്ലാ എന്ന് പറയണം. അപ്പം അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. ബൈ.